ഇറാൻ മിസൈൽ ആക്രമണത്തിനു പിന്നാലെ യമനിൽ നിന്നും ഹൂത്തി വിഭാഗം കഡ്സ് 5 ക്രൂയിസ് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതായി ഹൂത്തി വക്താവ് യഹിയ സരി അവകാശപ്പെട്ടു. അതേസമയം തെക്കൻ ലബനാനിലെ ഒഡൈസിയ പ്രദേശത്തേക്ക് കയറിയ ഇസ്രായേൽ കരസൈന്യത്തിന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്ന വാർത്തയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ കൂടുതൽ പ്രദേശങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും ആധുനികമായ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരുന്നത്. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതിൽ F-35, F-16 യുദ്ധവിമാനങ്ങളുടെ എയർ ബേസുകൾക്ക് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ എയർ ബേസുകൾക്ക് കാര്യമായ ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും ശക്തവും വേഗത കൂടിയതുമായ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഫത്ത 2 മിസൈലുകൾ. മുമ്പ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ച ഇമാദ്, ഗദർ എന്നീ മിസൈലുകളെക്കാൾ വേഗതയുള്ള ഫത്ത 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്നലെ രാത്രി ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് എന്നാണ് ഇറാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് ഇമാദ്, ഗദർ ബാലിസ്റ്റിക് മിസൈലുകൾ. അതായത് മണിക്കൂറിൽ 4600 കിലോമീറ്റർ ദൂരം. എന്നാൽ മണിക്കൂറിൽ 10,000 കിലോമീറ്റർ വരെ പരമാവധി ദൂരം സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ഫത്ത 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ. ഈ മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിനെതിരെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് ഇറാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ഇറാന്റെ ഫത്ത ബാലിസ്റ്റിക് മിസൈലുകളിൽ കുറെ മിസൈലുകളെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇന്റർസെപ്റ്റ് ചെയ്തുവെങ്കിലും പല മിസൈലുകളും ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിലും പതിച്ചതായി വാർത്തകൾ വരുന്നുണ്ട്. 3 പാളികളായി രൂപകൽപ്പന ചെയ്തതാണ് ഇസ്രായേലിന്റെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം. അതിന്റെ ഏറ്റവും ഉപരിഭാഗം, പിന്നെ എയ്റോ 1, എയ്റോ 2 ആന്റി ബാലിസ്റ്റിക് മിസൈലുകൾ, പിന്നെ ഡേവിഡ് സ്ലിം, ഇങ്ങനെ ശക്തമായ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. അവയെ ഭേദിച്ചുകൊണ്ടാണ് ഇന്നലെ ഇറാന്റെ കുറെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിലും പതിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ആക്രമണം ഇസ്രായേലിനെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. യുദ്ധത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന താക്കീതാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇസ്രായേലിന്റെ ഏത് തിരിച്ചടിക്കും ശക്തമായ പ്രത്യാക്രമണം നടത്തുവാനുള്ള ശക്തി ഇറാനുണ്ടെന്നും അത് അത്യന്തം വിനാശകരമായ ഒരു യുദ്ധമായി മാറുമെന്നുമുള്ള മുന്നറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒഡൈസിയ പ്രദേശത്തേക്ക് കയറിയ ഇസ്രായേൽ കരസൈന്യത്തെ ആക്രമിച്ചു തുടങ്ങി എന്ന് ഹിസ്ബുള്ള വെളിപ്പെടുത്തുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ 5000-ഓളം റിദ്വാൻ ഫോഴ്സിലെ പോരാളികൾ ഇസ്രായേലിനെ നേരിടുവാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്, വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ള വെളിപ്പെടുത്തിയത്. ഡ്രോണുകളുടെ സഹായത്തോടുകൂടി ഹിസ്ബുള്ള കൃത്യമായി ഇസ്രായേൽ സേനയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ചടികൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ മാത്രമല്ല, ഇസ്രായേലിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളെയും ആക്രമിച്ച് തകർക്കുവാനുള്ള ശേഷി ഇറാന് ഉണ്ട് എന്നാണ് ടെഹ്റാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസർ മുഹമ്മദ് മുആൻഡിയ വ്യക്തമാക്കിയത്. ഇറാൻ മിസൈൽ ആക്രമണത്തിനു പിന്നാലെ യമനിൽ നിന്നും ഹൂത്തി വിഭാഗം കഡ്സ് 5 ക്രൂയിസ് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതായി ഹൂത്തി വക്താവ് യഹിയ സരി അവകാശപ്പെട്ടു. ഇസ്രായേലിലെ കൂടുതൽ പ്രദേശങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി വക്താവ് വെളിപ്പെടുത്തി. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂത്തി വക്താവ് വ്യക്തമാക്കിയത്.